കാര്യങ്ങൾക്കും തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകുമ്പോൾ സ്വാഭാവികമായും പ്രതീക്ഷിക്കുകയാണ്. ഇതൊക്കെ പറയുമ്പോഴും പറയുന്നത് എന്താ? റസൂലിനെ കൊച്ചാക്കി, ഈ മൗലിദ് പാടില്ല, ഈ പുതിയ കുത്താളത്തീപ്പ് പാടില്ല എന്നൊക്കെ പറയും റസൂലിനെ കളിയാക്കി. മുജാഹിദുകൾക്ക് റസൂലില്ല. ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിച്ചോ ഈ പ്രസംഗത്തിനൊരു മറുപടി ഉണ്ടെങ്കിൽ? ഒരു മറുപടി ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടോ, ഇവിടെയും വന്ന് കാണിക്കും ഇവർ റസൂലിനെ കൊച്ചാക്കി. അത് അഡ്വാൻസ് ആയിട്ട് ഒരെണ്ണം ഞാൻ അങ്ങോട്ട് സാമ്പിൾ ഇട്ട് തരിക. ഇവിടെ നിങ്ങൾ പഠിച്ചോ. ഈ സമൂഹത്തിൽ ഇവിടെ വഞ്ചന കാണിക്കുമ്പോൾ മുജാഹിദ് പ്രസാരത്തിന്റെ പ്രഭാഷകരുടെ പ്രഭാഷണങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത ഭാഗങ്ങൾ എടുത്തുകൊണ്ട് ജനങ്ങളോട് പറയുന്നു, കണ്ടോ ഇവർക്ക് റസൂലില്ല കേട്ടോ, റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവരാ, റസൂലിനെ സാധാരണക്കാരനാക്കുന്നവരാ. എന്നിട്ടിങ്ങനെ ജനങ്ങളോട് കാണിക്കുന്നുണ്ട് റസൂലിന്റെ പേരിൽ ഇവരിതാ സ്വലാത്തിനെ കളിയാക്കുന്നത് കണ്ടോ. ഇതിങ്ങനെ കേരളത്തിന്റെ ഓരോ മുക്കുമൂലകളിലും കാണിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു ഭാഗത്ത് അതിനെങ്ങാനും മറുപടി കിട്ടിയാൽ പിന്നെ അവിടെ അത് കാണിക്കില്ല, അപ്പുറത്ത് പോയി കാണിക്കും. എന്തേ ഈ അധോഗതി ഉണ്ടായത്? എന്തേ ഈ അധോഗതി ഉണ്ടായത്? ആരാ റസൂലിനെ നിന്ദിക്കുന്നത് അറിയുമോ? കണ്ടോ നിങ്ങൾ കേരളത്തിന്റെ ഓരോ മുക്കുമൂലകളിലും കാണിക്കുന്ന, ഇവിടെയും ചെറുവഞ്ചേരിയിലും കാണിച്ചൊരു ക്ലിപ്പുണ്ട്. അതാ നിങ്ങളോട് കാണിക്കുന്നത്. ആദ്യം ഇവരോട് പറയാ, കണ്ട മുജാഹിദുകൾക്ക് റസൂലിനോട് സ്നേഹമില്ല, റസൂലിന്റെ പേരിൽ സ്വലാത്തലിനെ കളിയാക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവര് ജനങ്ങളോട് സാധാരണ ഇട്ട് കൊടുക്കാറുള്ള ഒരു ഭാഗമുണ്ട്. അതാദ്യം നിങ്ങൾ കാണാം. സമസ്തക്കാര് ജനങ്ങളോട് കാണിക്കുന്നത് നിങ്ങൾ ആദ്യം കാണാം. പ്രവർത്തനങ്ങളെയാണ്, അല്ലാണ്ട് നബിയുടെ പേരിൽ സലാത്തിലുള്ളത് തെറ്റാണോ? അങ്ങനെ മുജാഹിദുകൾ പറയുന്നുണ്ടോ? ഇല്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാത്ത ഒരു പ്രാസംഗികനും ഇവിടെ ഉണ്ടാവില്ല. പ്രവാചകന്റെ പേര് പറയുമ്പോൾ ആ പേര് കേട്ടിട്ട് സലാത്ത് ചെല്ലാത്തവൻ മുജാഹിദല്ല. പോരെ, പിന്നെ എങ്ങനെ ചെല്ലിക്കൂല കാര്യങ്ങള്? ഞാനിങ്ങനെ പ്രസംഗിച്ച് കൊയങ്ങുമ്പോ എന്താണ് നിങ്ങൾ സലാത്ത് അല്ലാത്ത ചെല്ലാത്ത, ഇതുവരെ ചെല്ലാത്തതിന് ഫൈന് വിളിച്ചുകൊണ്ട് 10 സലാത്ത് സല്ലല്ലാ എന്നുകൊണ്ട് ഞാൻ ഓണാക്കിയിട്ട് ഇവിടെ കുത്തും. ഞാൻ എന്ത് ചെയ്യാ? ചായയും ദശമൂലായിട്ടും ഒക്കെ കുടിക്കുക. നിങ്ങൾ ഇങ്ങനെ സല്ലല്ലാഹു അലാ മുഹമ്മദ് അത് ചെയ്യിക്കുക. അത് ചെല്ലാത്തോട്ടാണ് എന്ത് ചെയ്യുന്നത്? സലാത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ അറിയോ? മൻ സല്ലാ അലയ്യ വാഹിദത്തൻ, ഒരാൾ എന്റെ പേരിൽ ഒരു സലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി ബി അശ്റ ഹസനാത്ത്, അവന് 10 നന്മ അള്ളാഹു അനുഗ്രഹമായി നൽകും. ഒരു പ്രാവശ്യത്തിൽ നബിന്റെ പേരിൽ സലാത്തില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ ബഖീലു മൻ ദുകിറത ഇൻദഹു ഫലൻ യുസല്ലി അലയ്യ, ഒരു ആളുടെ പേരിൽ എന്റെ പേര് ഒരാളുടെ മുമ്പിൽ പറഞ്ഞിട്ട് അവൻ സലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ അവൻ പിശുക്കനാണ്. ഇനി എന്താ കേൾക്കേണ്ടത്? സഹോദരന്മാരെ, ഇത് 2 ക്ലിപ്പും കൂടെയാണ് നിങ്ങൾ കണ്ടത്. അപ്പൊ ഇതിലെ ആ സ്വലാത്ത് ചെല്ലുന്ന ഭാഗം മാത്രം ഇട്ടിട്ട് ജനങ്ങളോട് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് ഇങ്ങോട്ട് കാണിക്കുക. എന്നിട്ട് ആരെയാ കളിയാക്കിയതെന്നറിയോ? റസൂലിനെ കളിയാക്കിയത് കള്ളക്കണ്ണീര്, സ്വലാത്തു സലാമു അലൈക യാ റസൂലല്ലാഹ്. ആർക്കാ ഈ കള്ളക്കണ്ണീര്? ആർക്കാ? ആരെയാ വഞ്ചിച്ചത്? ഞാൻ ചോദിക്കുക. ഒന്നല്ലെങ്കിൽ ഈ ക്ലിപ്പ് അതിൽ നിന്ന് മുറിച്ചെടുക്കുമ്പോൾ ഈ മുറിച്ചെടുക്കുന്നവനെ അതിന്റെ അപ്പുറപ്പുറം കണ്ടിട്ടില്ലേ? അപ്പൊ മനഃപൂർവ്വം മുറിച്ചെടുത്തതല്ലേ? എന്നിട്ട് മനഃപൂർവ്വം മുറിച്ചെടുത്തുകൊണ്ട് ജനങ്ങളോട് കാണിച്ചു കൊടുക്കുമ്പോ ആരെയാ റസൂലിനെ നിന്ദിച്ചത്? ഈ ബഹുസന്ന സമൂഹത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ജനങ്ങളെ കാണിച്ചുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ അപമാനിക്കുന്നത് ആരെ? മുജാഹിദുകളെ നിന്ദിക്കാൻ വേണ്ടി ആരെ അപമാനിക്കുന്നു? റസൂലിനെ അപമാനിക്കുന്നു. ശരിയാണോ തെറ്റാണോ? നിങ്ങൾ ആലോചിക്കോ. ഇങ്ങനെ സമൂഹത്തിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്നല്ലാതെ നിങ്ങൾക്ക് സാധ്യമല്ല. മുജാഹിദ് പ്രസ്ഥാനം ആരുടെയും പ്രസംഗങ്ങളിൽ നിന്ന് അടർത്തിയെടുത്തു എന്ന് കാണിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. പക്ഷെ ഇതേപോലെ മുജാഹിദിന്റെ പ്രഭാഷകരുടെ പ്രസംഗങ്ങളെ നിന്ദിച്ചുകൊണ്ട് അതിൽ നിന്ന് അടർത്തിയെടുത്ത് കാണിച്ചുകൊണ്ട് തങ്ങളുടെ ആദർശമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു എന്നല്ലാതെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ കണ്ടോ, ഇവിടെയും ഇതേപോലെ ഒരു മറുപടി നടക്കുന്നുവെങ്കിൽ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ക്ലിപ്പുകൾ. പെർമിഷനെ നിങ്ങൾ തടഞ്ഞു വച്ചിട്ടില്ലെങ്കിൽ, പ്രസംഗിക്കാനുള്ള അംഗീകാരം ഞങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ തുറന്നു കാണിക്കും. പക്ഷെ കുതന്ത്രം എന്താണെന്നറിയോ? പലയിടത്തും നടക്കുന്ന ഒരു അവസ്ഥയാ. ഞാനത് മുൻകൂട്ടി തന്നെ തുറന്നു പറയും. ഒരു മറുപടി പ്രസംഗം നടത്തിക്കഴിഞ്ഞാൽ അതിന് കുറെ മുറിച്ചങ്ങോട്ട് കാണിക്കും. അതുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പ്രസംഗം നടത്താൻ പാടില്ല, പോലീസ് സ്റ്റേഷനിൽ ഒരു ഒപ്പ് ശേഖരണം. എന്തിന് ഇവരാരെയാ പേടിക്കുന്നത്? ആണത്തുണ്ടെങ്കിൽ മറുപടി പറയട്ടെ എന്നല്ലേ വെക്കേണ്ടത്? അല്ലേ?
എന്നൊരു മറുപടി പറയാൻ പാടില്ല. എന്തിനാ നിങ്ങൾ ഭയപ്പെടുന്നത്? നിങ്ങൾ മറുപടി വെച്ചോ. അടുത്ത മറുപടി ഞങ്ങൾക്ക് ഇതുപോലെ സ്ഥലം അനുഗ്രഹിച്ച് കിട്ടുകയാണെങ്കിൽ ഇൻഷാ അല്ലാ, നിങ്ങൾ തടസ്സം ഉണ്ടാക്കില്ലെങ്കിൽ ഇൻഷാ അല്ലാ ഞങ്ങൾ മറുപടി പറയും. ജനങ്ങൾ കാണട്ടെ ഏതാണ് സത്യാവസ്ഥ എന്ന്. അതല്ലേ നന്മ. അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കലോ കൂക്ക് വിളിക്കലോ ബഹളം ഉണ്ടാക്കലോ ഒന്നുമല്ല. നമുക്കങ്ങനെ പോവാന്നേ. 2-3 റൗണ്ട് അങ്ങോട്ട് പോകുമ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് ചെറുവഞ്ചേരിയിലൊക്കെ കണ്ടില്ലേ, പള്ളി പ്രസിഡന്റ് വരെ ഇപ്പം അങ്ങോട്ട് തിരിഞ്ഞ്. അതങ്ങനെ തന്നെയാ. സത്യം മനസ്സിലാക്കുമ്പോൾ അതങ്ങോട്ട് മനസ്സിലാവും, നിങ്ങൾക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ നടക്കട്ടെ അതിന്റെ മറുപടികൾ എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. എൻ്റെ സഹോദരന്മാരെ, വിശ്വാസപരമായ ഒരുപാട് വൈകല്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മുസ്ലിം സമൂഹത്തിന്റെ വിഷയങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ ഓർത്തു പോകേണ്ടത്, മുസ്ലിം സമൂഹത്തിന്റെ ആരാധനാലയങ്ങളിൽ സ്ക്രീനിലേക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ പുത്തരിപ്പാടം എന്ന് പറയുന്ന സ്ഥലത്ത്, പാലക്കാട് ജില്ലയിലെ പുത്തരിപ്പാടത്ത് വള്ളിയെ ആരാധിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. മക്കളില്ലാതെ കടന്നു വരുമ്പോൾ ആ വള്ളിക്ക് മേലെ തൊട്ടിലുണ്ടാക്കി കെട്ടിക്കൊണ്ട് അവിടെയും ആ മഹല്ലിലെ പള്ളിയിലെ ഖത്തീബ് തന്നെയാണ് ദുആക്ക് വേണ്ടി നേതൃത്വം കൊടുത്തതെങ്കിൽ മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസം എങ്ങോട്ട് എന്നുള്ളിടത്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ നിലക്ക് പടർന്നു കിടക്കുന്ന വള്ളിക്ക് മുന്നിൽ പോയി ആരാധനാ പരിവേഷം നൽകി അവിടെ കുറച്ച് ഈത്തപ്പഴം കൊണ്ടുപോയി വെച്ച് അതിനെ ചീരണിയാക്കി കൊടുത്തുകൊണ്ട് ആരാധനയിലേക്ക് മുസ്ലിം സമൂഹത്തെ തിരിച്ചുവിടുമ്പോ ആരാധന വള്ളിയോടല്ല, അഭിലാഷങ്ങൾ വള്ളിയോടല്ല. മക്കളുണ്ടാകാതിരിക്കുമ്പോ അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണെങ്കിൽ തേടേണ്ടത് അള്ളാഹുവിനോടാണെന്ന് പഠിപ്പിച്ച ഇബ്രാഹിമീ മില്ലത്തിന്റെ പാതയത്തിലൂടെ കടന്നു വരുമ്പോ സക്കരിയാ നബി അലൈഹിസ്സലാമിന്റെ മാർഗമായി കാണുന്ന 19ാമത്തെയും സൂറത്ത് മറിയമിന്റെ മാർഗത്തിലൂടെ കടന്നു പോകുമ്പോ വള്ളിക്ക് മുമ്പിലേക്ക് പോകണ്ട. വള്ളി മാത്രമല്ല എന്റെ സഹോദരന്മാര്, ഇതേ പെരിന്തൽമണ്ണക്കടുത്ത നാട്ടുകല്ലിലെ കല്ലിനെ പോലും ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോ വളർന്നു പോകുന്ന കല്ലാടെന്ന് പറഞ്ഞു അതിന്റെ താഴെ ചന്ദനത്തിരി കത്തിച്ചു വെച്ചു, അതിന്റെ അവിടെ നിലവിളക്കും കത്തിച്ചു വെച്ചുകൊണ്ട് നിലത്ത് വീഴുന്ന കല്ലിന്റെ മേലെ ചവിട്ടല്ലേ എന്നും എഴുതി വെച്ചുകൊണ്ട് കല്ലിനെ ആരാധിക്കുന്ന, കല്ലിനെ പൂജിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോ എവിടത്തേക്ക് ആ മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസം എന്തോ? പണിയാർ പാളയത്ത് വേപ്പുമരത്തെയും പുത്തരിപ്പാടത്ത് വള്ളിയെയും കല്ലിനെയും ആരാധിക്കുമ്പോ ചിന്തിച്ചോ എന്റെ സമൂഹമേ, ഹബീബായ റസൂലിന്റെ വിശ്വാസത്തിലാണോ കളങ്കം വരുത്തിയത്? അവിടുന്ന് പഠിപ്പിച്ച ദീനിനാണോ കളങ്കമുണ്ടാക്കിയത്? അത് മാത്രമല്ല എന്റെ സഹോദരാ, ഇതുപോലെ ബന്ധപ്പെട്ടുകൊണ്ട് മഹാന്മാരുടെ ഖബറുകൾ കെട്ടിയുയർത്തിക്കൊണ്ട് അതിന്റെ മുന്നിൽ പോയി സുജൂദ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കടന്നു വരുമ്പോ മഹാന്മാരുടെ ഖബറുകൾ കെട്ടിയുയർത്തിയിട്ട് അതിന്റെ മുന്നിൽ പോയി സുജൂദ് ചെയ്യുമ്പോ ഇതേ കേരളത്തിൽ നിന്ന് പോലും തീർത്ഥാടനത്തിന്റെ ഓമന പേരിട്ടുകൊണ്ട് അജ്മീറിലേക്കും ഏർവാടിയിലേക്കുമായി കടന്നു പോകുമ്പോ എന്തേ ഇവിടെ നടക്കുന്ന അനാചാരങ്ങളെന്നോ ആരാ ഇതിനെ പഠിപ്പിച്ചു തന്നെന്നോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുദസ്സൽ ഖബറ വഅയഖൂദ അലൈഹി വഅയബ്നാ അലൈഹി. ഖബറുകളെ ഉയർത്തുന്നതിനെയും അതിന്റെ മേലെ ഇരിക്കുന്നതിനെയും അതിന്റെ മേലെ കുമ്മായമിടുന്നതിനെയും പ്രവാചകൻ വിരോധിച്ചു എന്ന് പറയുമ്പോ സ്വഹീഹ് മുസ്ലിമിൽ തന്നെ എത്ര ഹദീസുകളാ എന്റെ സഹോദരന്മാരെ ഈ വിഷയത്തെ നിരോധിച്ചുകൊണ്ട്. എന്നിട്ട് ഇവിടെയൊക്കെ ആരാധനാ പരിവേഷങ്ങൾ നൽകുമ്പോ അകത്തലങ്ങളിലേക്ക് കടന്നു പോകുമ്പോ എത്രമാത്രം അപകടമുണ്ടെന്ന് നിങ്ങൾ ഓർത്തുപോയോ? ഏർവാടി ദർഗാ ഷരീഫിന്റെ പരിസരങ്ങളിലെ മാനസിക രോഗികളെ നിങ്ങൾ കാണും. എന്ത് ഈ മാനസിക രോഗികൾ കിടന്നിങ്ങനെ പിടക്കുന്നൊക്കെ അവസ്ഥകളൊക്കെ കാണിച്ചുകൊണ്ട് കൂലിക്ക് വെച്ച ആളെ വെച്ചിരിക്കുക. രാത്രി വേശ്യപ്പണിക്ക് പോകുന്നവർ വരെ അതിന്റെ കൂട്ടത്തിലുണ്ട്. മക്ബറകൾ ഉള്ളറകൾ തേടി എന്ന് പറഞ്ഞ ഡോക്യുമെന്ററി ഉണ്ട്. നിങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ പല ആളുകളുടെയും ഇന്റർവ്യൂ നിങ്ങൾക്ക് കാണാം. എന്തിനാ ഇങ്ങനെയൊക്കെ കൂലിക്കൊക്കെ ആളെ കൊടുത്ത് തുള്ളിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാക്കുന്ന എന്തിന്? സത്യമാണെങ്കിൽ സത്യം തുറന്ന് കാണിച്ച പോരെ. അങ്ങനെയുള്ള പല ദയനീയമായ അവസ്ഥകളും സമൂഹം കണ്ടുകൊണ്ടിരിക്കുക. ഈ അനാചാരങ്ങളിലേക്ക് നമ്മൾ വിചാരിക്കും ഖബറിന്റെ മേലെ സുജൂദ് ചെയ്തത് എന്ത്? ഇതൊരു ക്ലിപ്പ് കാണിച്ചതല്ലേ
അല്ലേ, ഇത് ഏർവാടിയിലല്ലേ എന്നൊക്കെയല്ലേ. നമ്മുടെ നേതാക്കന്മാരും കുറവൊന്നുമില്ല. നിങ്ങൾക്കറിയോ, നമ്മുടെ വൈലത്തൂര് തങ്ങളും പൊന്മളയും കൂടെ ഒരു ഖബറിന്റെ അടുത്ത് പോയി കാട്ടിക്കൂട്ടുന്ന കുറച്ച് കോപ്രാട്ടിത്തരങ്ങളുണ്ട്. അതൊന്ന് നിങ്ങൾ കണ്ടു നോക്ക്. എന്താ ഇതൊക്കെ? ഒരാൾ ഖബർ മുത്ത, നമ്മുടെ പേരോട് പറഞ്ഞിട്ടുണ്ട് ഖബർ മുത്തല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അത് നാദാപുരത്തും പറഞ്ഞു, പക്ഷെ CD ഇറക്കിയപ്പോൾ കാണാനില്ല. MP3 കട്ട് ചെയ്യാൻ മറന്നുപോയി. വല്ലാത്തൊരു അധോഗതി അല്ലേ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതൊക്കെ പറഞ്ഞെങ്കിലും കൂടെ അങ്ങനെ മുത്തുന്ന ഒരു അവസ്ഥ, ഒരാൾ ഖബർ മുത്തുന്നു, ഒരാൾ തല ഏകദേശം കൊണ്ട് സുജൂദിന്റെ അവിടം വരെ എത്തിക്കുന്നുണ്ട്. ആ ദയനീയമായ രംഗം നിങ്ങളൊന്ന് കാണുക. സഹോദരന്മാരെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ദയനീയമായ ഒരു രംഗം. എന്റെ സഹോദരന്മാർ ആലോചിക്കേണ്ടത്, ഇസ്ലാമികമായ വിശ്വാസത്തിന് കളങ്കം സംഭവിക്കുന്ന ഒരുപാട് അവസ്ഥകൾ എന്ന സമൂഹത്തിലൂടെ കടന്നുകൊണ്ടിരിക്കുമ്പോൾ ഖബർ ഉയർത്തുക എന്നുള്ളതിന് പോലും ഇസ്ലാമിൽ അധികാരമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും എതിർത്ത സംഭവമാണ്. സ്വഹീഹ് മുസ്ലിമിൽ നമ്മൾ കാണുന്ന പോലെ 969 നമ്പർ ഹദീസിലൂടെ അബുൽ ഹയ്യാജുൽ അസദി എന്ന് പറയുന്ന സ്വഹാബി ഉദ്ധരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനോട് കൊടുത്ത വസിയത്തായി കൊണ്ട് തന്നെ, അല്ലാ തദഅ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു, ഉയർച്ചയുള്ളതായ ഖബറിനെ അതിനെ തച്ച് തകർത്തിട്ടില്ലാതെ വിട്ടേച്ച് പോകല്ല അലിയെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനോട് കൊടുത്തപ്പോ അത് അലി റളിയല്ലാഹു അൻഹു എന്നെ ഏൽപ്പിച്ചു എന്ന് അബുൽ ഹയ്യാജുൽ അസദി എന്ന് പറയുന്ന സ്വഹാബി ഉദ്ധരിക്കുമ്പോ, എന്റെ സഹോദരന്മാരെ, ഈ ഹദീസ് നമ്മുടെ മുസ്ലിയാക്കന്മാര് കാണാത്തത് കൊണ്ടല്ല, പക്ഷേ അവിടെയും ജനങ്ങളോട് പറയുന്നുണ്ട്, ഇത് മുസ്ലിമീങ്ങളുടെ ഖബറുകളല്ല, ഇത് മുസ്ലിമീങ്ങളുടെ ഖബറുകളല്ല. എങ്കിലതേ അബുൽ ഹയ്യാജുൽ അസദി ഉദ്ധരിക്കുന്ന ഹദീസ് കാണണോ? മുസന്നഫ് അബ്ദുർ റസാഖിൽ ഒന്ന് മറിച്ച് നോക്കിക്കോ. അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്, യഅനി ബിഹാ ഖുബൂറൽ മുസ്ലിമീൻ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിമീങ്ങളുടെ ഖബറുകൾ തന്നെയാണ്. ഒരാളുടെയും ഖബറുകളെ ഉയർത്താനുള്ള അധികാരം ഇസ്ലാമിലില്ല തന്നെ. ഒരാളുടെയും ഖബർ ഉയർത്താനുള്ള അധികാരം ഇസ്ലാമിലില്ല. അത് ഇസ്ലാം പഠിപ്പിച്ചതല്ല. ഞങ്ങൾക്കറിയുമോ, പ്രവാചകൻ വിരോധിച്ചതാണ്. മാത്രമാണോ, അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ രംഗമുണ്ടല്ലോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ രംഗമാണ്. അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തേടുകയാണ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ വലാ തജ്അൽ ഖബരി വസനൻ യുഅബദു. അല്ലാഹുവേ, എൻ്റെ ഖബറിനെ ഒരു ആഘോഷമാക്കി മാറ്റല്ല നാഥാ, ഒരു ആരാധിക്കപ്പെടുന്ന വിഗ്രഹമായി എന്റെ ഖബറിനെ നീ മാറ്റല്ല നാഥാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ ഉയർത്തിയിട്ടില്ല. അവിടെ ചാരം മൂടുന്ന ഏർപ്പാടില്ല, അവിടെ വെളിച്ചെണ്ണ കുടിപ്പിക്കുന്ന സമ്പ്രദായമില്ല. പ്രവാചകന്റെ ഖബറമ്മ ചാരം മൂടി പണം വാങ്ങുന്നില്ല. അവിടെ പട്ട് നേർച്ചയാക്കുന്ന അവസ്ഥയില്ല. കാരണം എന്ത്? അവിടെ മുസ്ലിയാക്കന്മാരില്ല, അവിടെ മുസ്ലിയാക്കന്മാരില്ല, അവിടെ മുസ്ലിയാക്കന്മാരില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറും പ്രവാചകന്റെ മഖബറയിൽ ഈ വിധ അനാചാരങ്ങളൊന്നും നടക്കുന്നില്ല കേട്ടോ. അല്ലാഹുവിന്റെ റസൂല് പ്രാർത്ഥിക്കയാ, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ വലാ തജ്അൽ ഖബരി വസനൻ യുഅബദു. അല്ലാഹുവേ, എൻ്റെ ഖബറിനെ ഒരു ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി മാറ്റല്ല നാഥാ. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചില്ലേ, പ്രവാചകന്റെ ഖബർ ഭൂമിയിൽ നിന്ന് ഏതാണ്ട് ഒരു ചാണ് മാത്രമാണ് ഉയർത്തപ്പെട്ടത് എന്ന്. അതേ റസൂലിന്റെ ഖബർ അത്രേ ഉയർത്തിയിട്ടുള്ളൂ എങ്കിൽ എന്റെ സഹോദര, പ്രവാചകന്റെ ഹദീസ് നമ്മൾ വായിച്ചല്ലോ. ഇത് പറയുമ്പോൾ പറയുന്നു, മുജാഹിദുകൾക്ക് ഖബർ സിയാറത്തില്ല, ഖബർ സിയാറത്തിനെ എതിർക്കുന്നവരാണ്. ഇല്ല കേട്ടോ, മുജാഹിദുകൾ അത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ സിയാറത്ത് ചെയ്തോ, നിങ്ങൾക്ക് പരലോക സ്മരണയുണ്ടാക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഭൗതിക ലോകത്ത് വിരക്തി ഉണ്ടാക്കാനാ ഖബർ സിയാറത്ത്. നിങ്ങളുടെ കണ്ണുകളെ ഈറനണിയിപ്പിക്കുവാനാ, ഹൃദയത്തിന് ലോലതയുണ്ടാക്കുവാനാ, മരണത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാക്കാനാ ആ ഖബർ സിയാറത്ത് നിങ്ങൾ ചെയ്തോ.
ഖബർ സന്ദർശിക്കുമ്പോ പറയേണ്ടത് എന്താ? അസ്സലാമു അലൈക്കും ദാര ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. ഇൻഷാ അല്ലാഹ് ഞാനും നിങ്ങളോട് കൂടെ ചേരാനുള്ളവനാണെന്ന് പറയുമ്പോ മരിച്ച ആൾക്ക് വേണ്ടി അള്ളാഹുവിനോട് തേടിക്കോ. അതാണ് ഇസ്ലാം പഠിപ്പിച്ച ഖബർ സിയാറത്ത് എങ്കിൽ ഖബറിനെ ഉയർത്തുവാനോ അവിടെ പോയി ചാരമോടുവാനോ അതിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുവാനോ ഖബറിന്റെ മേലെ മുത്തുവാനോ അവിടെ നിന്ന് നിലവിളക്ക് കത്തിക്കുവാനോ അതിൽ നിന്ന് വെളിച്ചെണ്ണ കുടിപ്പിക്കുവാനോ ഹബീബായ റസൂലിന്റെ ചര്യയിൽപ്പെട്ട ഖബർ സിയാറത്തല്ല. അവിടെ പോയി സുജൂദ് ചെയ്യുമ്പോ എന്ത് ആചാരമാ നീ കൊണ്ടുവന്നതെന്നറിയുമോ? പ്രവാചകൻ തന്നെ പഠിപ്പിച്ചില്ല. ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം